എല്ലാവർക്കും നമ്മുടെ ക്ലീൻ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ളൊരു സ്റ്റൂ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം, പക്ഷേ ഇങ്ങനെയാണ് കുറച്ചുകൂടെ കാണാൻ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവേ. നമുക്ക് അടുപ്പിലോട്ട് വെക്കാവേ. എന്നിട്ട് ഇത് മൂടി വെച്ച് നമുക്കൊന്ന് ഒരു തള വരുന്നോടം വരെ വേവിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെറിയ കഷ്ണമാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വേഗം. പിന്നെ നമുക്കിത് ബാക്കിയും കൂടെ കുക്ക് ചെയ്യാനുള്ളതുകൊണ്ട് ഒരു തള വരെ വെന്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മളിപ്പോൾ ഒരു വലിയ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാനൊരു 8 പച്ചമുളക്, ഉണ്ടമുളകാണ്, നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ ഞാൻ 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് എരിവാണ് ഇഷ്ടം, അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണ്ടെങ്കിൽ 2 or 3 പച്ചമുളക് ചേർത്താൽ മതി. പിന്നെ 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ എടുത്തിട്ടുണ്ട്, അതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി, നമുക്ക് ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇതിലേക്ക് നമ്മൾ 2 ഏലക്കായ എടുത്തിട്ടുണ്ട്, 2-3 ഗ്രാമ്പു, ഒരു തക്കോലം, 2 കഷ്ണം കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്റ്റൂവിന് ആവശ്യമായിട്ട് നമുക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് കഴിയുമ്പോൾ ശരിക്കും നമ്മൾ കൈ കൊണ്ടൊക്കെ പിഴിയുന്നേക്കാൾ നന്നായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ അടിച്ച് കഴിയുമ്പോൾ നല്ലോണം തേങ്ങാപ്പാൽ കിട്ടും. അപ്പോൾ നമ്മുടെ കപ്പ വെന്തോന്ന് നോക്കാവേ. നല്ല തിളച്ച് ഇതേ കപ്പ നല്ലോണം വെന്തിട്ടുണ്ട്, അത്യാവശ്യം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. കപ്പ ഇത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ കടായി ഇല്ലാത്തൊരു കാര്യം ചീനിച്ചട്ടിയിൽ ചെയ്യാം കേട്ടോ. നമുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറുവാപ്പട്ട, തക്കോലം, ഗ്രാമ്പൂ, അതുപോലെ 2 ഏലക്കായ എല്ലാം കൂടെ നമുക്കൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാവേ. അധികം വേണ്ട കേട്ടോ, കുറച്ച് ഇഞ്ചി ഇടാവുള്ളേ. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്തോട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് 2 സവോളയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇളക്കി എടുക്കാതെ ഇതിലേക്ക് ശകലം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വഴണ്ട, ഇത്രയും മതി കേട്ടോ. ഈ ഒരു അളവിൽ വന്നാൽ മതി, നമ്മൾ സ്റ്റൂ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കോരി മാറ്റി വെച്ചിരിക്കുന്ന കപ്പയും കൂടി ചേർത്ത് കൊടുക്കാവേ. ഒന്ന് മിക്സാക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ ഒന്നുകൂടെ നോക്കണേ. ഈ 2ാം പാലിൽ കിടന്നിട്ടാണ് നമ്മുടെ കപ്പ നന്നായിട്ടൊന്ന് വേവുന്നത്. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ 1ാം പാലും കൂടെ ചേർത്ത് കൊടുക്കണം. കപ്പ വെന്തോന്ന് നമുക്ക് നോക്കാവേ. നല്ലോണം വെന്ത് ഇത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കപ്പ. ഇതിപ്പോൾ 2ാം പാല് കിടന്ന് വെന്തതാണ് കേട്ടോ കപ്പ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു ചെറിയ തിള വന്നു കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വയ്ക്കാം. തിളയൊക്കെ വന്നത് റെഡി ആയിട്ടുണ്ട്. ഇപ്പം 2ാം പാലൊക്കെ ഒഴിച്ചത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ല അത്യാവശ്യം കൊമ്പളയൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ നമുക്കിനി ഇത് വാങ്ങി വെച്ച് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ കപ്പ സ്റ്റൂ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്,
വളരെ സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ ഇത് നമ്മൾ ബ്രെഡിൻ്റെ കൂട്ടത്തിലാണ് ഏറ്റവും നന്നായിട്ട് ചേരുന്നത്. നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ സ്റ്റൂ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലിത് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.